നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എംപിമാരായ 2 പേർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നവരാണ്. അതിൽ ഒരാൾ ഖാലിസ്ഥാൻവാദിയും മറ്റൊരാൾ പാകിസ്ഥാൻവാദിയും എന്ന് പറയാം. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ നിയമങ്ങളിലെ പഴുതുകളാണോ അതോ ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന അമിത സ്വാതന്ത്ര്യമാണോ ഇതിന് കാരണം എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ വ്യക്തി അമൃത്പാൽ സിംഗ് ആണ്. ഇയാൾ ഒരു ഖാലിസ്ഥാൻ വിഘടനവാദിയാണ്. അതായത് സിഖ് വംശജർക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് വാദിക്കുന്നയാൾ. പഞ്ചാബിലെ കടൂർ സാഹിബ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏതാണ്ട് 2 ലക്ഷം വോട്ടിൻ്റെ അടുത്ത് ഭൂരിപക്ഷത്തിനാണ് ഇയാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആം ആദ്മി പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. പഞ്ചാബിൻ്റെ ഒരു പ്രാദേശിക പാർട്ടിയായ ശിരോമണി അകാലിദൾ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പോരാതെ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവരിലൊന്നും ഇവിടത്തെ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു എന്നത് അപകടകരമായ ഒരു സൂചനയാണ്. വിഘടനവാദത്തിന് പൊതുജനം നൽകുന്ന പരോക്ഷമായ ഒരു പിന്തുണയായിട്ടാണ് ഇയാളുടെ വിജയം നാം കാണേണ്ടത്. ഏതൊരു സാഹചര്യത്തിലും ഇയാളെപ്പോലുള്ളവരെ ഒരു മുന്നണിയും കൂടെ കൂട്ടാൻ പാടില്ല. ആസാമിലെ ഡിബ്രൂഗാർഹ് ജയിലിൽ കടന്നുകൊണ്ടാണ് ഇയാൾ പഞ്ചാബിൽ മത്സരിച്ചത്. പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇയാൾ പഞ്ചാബിൽ കാലുകുത്തിയിരുന്നില്ല. 31 വയസ്സുള്ള ഇയാൾക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നത് ഇയാളുടെ പിതാവും ഇയാളുടെ അനുയായികളും ചേർന്നാണ്. നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരമാണ് ഇയാളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. ഏത് കടുത്ത വകുപ്പ് ചുമത്തപ്പെട്ട് അറസ്റ്റ് ചെയ്താലും കുറ്റം തെളിയിക്കുന്നതുവരെ ആൾ നിരപരാധിയാണ് എന്നുള്ള ഒരു നിഗമനം വെച്ചിട്ടാണ് ഇയാളെപ്പോലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നത്. ഇനി രണ്ടാമത് വിജയിച്ച ആളിലേക്ക് വരാം. അത് എഞ്ചിനീയർ റഷീദ് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുൾ റഷീദ് ഷെയ്ഖാണ്. കശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിൽ നിന്നാണ് ഇയാൾ വിജയിച്ചത്. കാശ്മീരിൽ വിഘടനവാദത്തെ പിന്തുണച്ചു എന്നതാണ് ഇയാൾക്ക് നേരെ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. തീവ്രവാദ വിരുദ്ധ പ്രകാരമാണ് ഇയാളും ജയിലിൽ കിടക്കുന്നത്. 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിനാണ് ഇയാൾ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ശ്രീ ഒമർ അബ്ദുള്ളയെ തോൽപ്പിച്ചത്. ആ മണ്ഡലത്തിൽ 20-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടും ജനങ്ങൾക്ക് ഇയാളെ മാത്രമേ ജയിപ്പിക്കാൻ തോന്നിയുള്ളൂ എന്നുള്ളത് ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെയാണ് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സംഘടനകളുടെ നോൺ വയലന്റ് റെസിസ്റ്റൻസ് എന്ന ആശയത്തെ ഗൗരവമായി കാണേണ്ടത്. ഇവരുടെ ആശയമനുസരിച്ച് ആയുധമെടുക്കാതെയോ യുദ്ധം ചെയ്യാതെ തന്നെയോ ഒരു രാജ്യത്തെ തകർക്കാൻ കഴിയും. ഇതിന് പല വഴികൾ പറയുന്നുണ്ട്. ഇതിലൊന്ന് ആ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നുഴഞ്ഞു കയറി മത്സരിക്കുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മേൽപ്പറഞ്ഞ 2 പേരും ചെയ്തിരിക്കുന്നതും. നമ്മുടെ നാട്ടിലെ നിലവിലെ നിയമമനുസരിച്ച് ഇവരെ 2 വർഷമോ അതിലധികമോ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇവരുടെ MP സ്ഥാനം നഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് ഒരാൾ നിരപരാധിയായാലും അപരാധിയായാലും ശരി, അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ രാജ്യം അപകടത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ചെയ്യേണ്ടത് ജനങ്ങളെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കും എന്നുറപ്പുള്ള മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അടുപ്പിക്കുക എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.